മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറും മറ്റ് 4 പേരും സഞ്ചരിച്ചിരുന്ന വിമാനം പൂനെ ജില്ലയിൽ തകർന്നു വീണു. വിമാനം ബാരാമതിയിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് സംഭവം നടന്നതെന്നും വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചതായും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആരംഭിച്ചത് ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിസംബോധന ചെയ്തതോടെയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ സാമ്പത്തിക സർവേ സമർപ്പിക്കുകയും കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുകയും ചെയ്യും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഒരു സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചു. ഈ കരാർ പ്രകാരം ഇന്ത്യ ഈ മേഖലയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന 99.5% ഇനങ്ങളുടെയും താരിഫ് EU കുറയ്ക്കും. കരാർ പ്രാബല്യത്തിൽ വന്നാലുടൻ മിക്ക താരിഫുകളും 0% കുറയും. മറുവശത്ത് ഇന്ത്യ 2 സമ്പദ് വ്യവസ്ഥകളും തമ്മിലുള്ള വ്യാപാര മൂല്യത്തിന്റെ 97.5% താരിഫ് ഇളവുകൾ നൽകിയിട്ടുണ്ട്. മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഇൻഡോർ ബെഞ്ച് നഗരത്തിലെ ഭഗീരഥ്പുരയിലെ ജലമലിനീകരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മുൻ ഹൈക്കോടതി ജഡ്ജി ഉൾപ്പെടുന്ന ഒരു കമ്മീഷനെ നിയോഗിച്ചു. ഈ വിഷയത്തിൽ സ്വതന്ത്രവും വിശ്വസനീയവുമായ ഒരു അതോറിറ്റിയുടെ അന്വേഷണവും അടിയന്തര ജുഡീഷ്യൽ പരിശോധനയും ആവശ്യമാണെന്ന് പറഞ്ഞു.